വിജിൻ MLA ഇപ്പോൾ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കേരള സർക്കാർ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രഷറായി മാറിയിട്ടുണ്ട്. ആ പ്രഷറിൽ കഴിഞ്ഞ 7 ദിവസമാണ് ഇത് ആക്റ്റീവായ ഈ തെരച്ചിൽ നടക്കുന്നത്. അതിനു മുമ്പ് സാവധാനം എല്ലാ പ്രവർത്തനങ്ങളും ഡീറെയിൽഡ് ആയിരുന്നു, പാളം തെറ്റിയ പ്രവർത്തനമായിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതുമാണ്. അപ്പോൾ 7 ദിവസത്തെ ആർമി, നേവി, NDRF, ഇന്ദ്രബാലൻ്റെ സംഘം എല്ലാവരും എത്തി പ്രവർത്തനം നടത്തി. ഒടുവിൽ മാൽപ്പയെ കൊണ്ടുവന്നു. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ് കർണാടക സർക്കാർ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതെത്രമാത്രം ശരിയാണ് വിജിൻ? അല്ല, ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാ യോഗത്തിലും നേരത്തെ ഓരോ സംവിധാനങ്ങൾ, കാരണം ഇത് നമ്മളായി മുന്നോട്ട് വെക്കുന്നതല്ല, പല ടെക്നീഷ്യൻസ്മാർ പല കേന്ദ്രത്തിൽ നിന്ന് പറയുന്ന അഭിപ്രായങ്ങൾ, ഇവർക്ക് തന്നെ വിദഗ്ധരിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോന്നും കൊണ്ടുവരാം. പാൻറ്റൂൺ ആയാലും ഡ്രഡ്ജിങ് ആയാലും അല്ലെങ്കിൽ ടെക് ബോട്ട് ആയാലും ഇതൊക്കെ കൊണ്ടുവരാം എന്ന് ഇവർ തന്നെ പറയുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ആ യോഗത്തിൽ ചോദിക്കുന്നത് ഇത് എപ്പോഴാണ് വരിക എന്നുള്ളതാണ്. ഇവർ തന്നെ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശത്തെ തീർച്ചയായും നമ്മൾ അംഗീകരിക്കുകയും ഇതെത്തും എന്നൊക്കെ പറയുന്നു. ഞാൻ ഇന്നലെ തന്നെ റിപ്പോർട്ടറിൻ്റെ ചർച്ചയിൽ അങ്ങ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വൈകുന്നേരത്തോടു കൂടി രാജസ്ഥാനിൽ നിന്നുള്ള സംഘം പ്രത്യേകമായി എത്തുമെന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ ചോദിക്കുമ്പോൾ പറയുകയാണ് അത് ഫീസിബിൾ അല്ല, അതുകൊണ്ട് അവരെത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം രാത്രി വരെ എത്തും എന്ന് പറയുന്ന സംഘം രാവിലെ ആകുമ്പോൾ അത് ഫീസിബിൾ അല്ല, അതുകൊണ്ട് അവർ വരേണ്ടതില്ല എന്ന് ഞങ്ങൾ ഡിസിഷൻ എടുത്തു എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത്. അതുപോലെ ഒറ്റ കാര്യം, ഞാനിവിടെ ഒരിക്കലും ഇവിടുത്തെ MLA-മാരോട് മോശമായി അങ്ങനെയൊന്നൊരു സമീപനത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഇവിടുത്തെ MLA ഉൾപ്പെടെ എടുത്ത എഫേർട്ടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇന്ന് 3 മണിക്ക് കാലാവസ്ഥ അനുകൂലമായിരുന്നു, മഴയുണ്ടായിരുന്നില്ല, ജലനിരപ്പ് താണിരുന്നു, നല്ല വെളിച്ചമുണ്ടായിരുന്നു. പക്ഷേ 3 മണിക്ക് ഞങ്ങൾ 3 MLA-മാരും ഇവിടെയുണ്ട്, അതിനൊക്കെ പോയിന്റിലുണ്ട്. പക്ഷേ പെട്ടെന്നാണ് ഈ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നിർത്തുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴേക്കും ബോട്ടുകളെല്ലാം കരക്കെത്തിയിരുന്നു. അവിടെയാണ് ഞങ്ങളൊരു പ്രയാസം പങ്കുവെച്ചത്. പ്രതിഷേധമായിട്ടൊന്നുമല്ല, ഞങ്ങൾ പറഞ്ഞൊരു പ്രയാസം. ഞങ്ങൾ 3 പേർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ന് കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞ നിങ്ങൾ വളരെ പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അപ്പോഴവർ നമ്മളോട് പറയുന്നത് 4 ദിവസത്തേക്ക് നിർത്തുക എന്ന് പറഞ്ഞ ആശങ്ക ഞങ്ങൾ അപ്പോൾ തന്നെ അറിയിച്ചു. 4 ദിവസത്തേക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ആശങ്ക എന്ത്? പിന്നീടാണ് ഞങ്ങളുടെ ഇവിടുത്തെ മിനിസ്റ്റർ ഞങ്ങളെ 3 MLA-മാരെയും ഇവിടുത്തെ MLA-യും ജില്ലാ കലക്ടറും ചേർന്നുകൊണ്ടുള്ള യോഗത്തിൽ വിളിച്ചത്. ആ യോഗത്തിൽ ഞങ്ങൾ ഈ ആവശ്യം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും നിർത്തരുത്, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം, അപ്പോൾ നിർത്തരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു തൃച്ചി എന്നാണ് ആദ്യം പറഞ്ഞത്, തൃച്ചിയിൽ നിന്ന് പ്രത്യേകമായ സംവിധാനം കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ജില്ലാ കളക്ടർ പറഞ്ഞത് സാർ അതല്ല തൃച്ചിയല്ല തൃശ്ശൂരാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തൃശ്ശൂരാണെങ്കിൽ ഞങ്ങളുടെ മാക്സിമം തരാം. കാരണം റിപ്പോർട്ടിൽ തന്നെ പുറത്തുവിട്ടൊരു വാർത്തയിൽ നമ്മൾ ഈ തൃശ്ശൂരിലെ ഉപകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോൾ ചേരും. നിതിൻ ലാൽ എന്ന് പറയുന്ന മണ്ണുത്തിയിലെ എഞ്ചിനീയറാണ്. അദ്ദേഹം തന്നെ വികസിപ്പിച്ചൊരു ലോക്കൽ ഡ്രഡ്ജിങ് യന്ത്രമുണ്ട്. അത് ഈ പുഴയിലും പാടത്തുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ആ ഡ്രഡ്ജിങ് യന്ത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ യോഗത്തിൽ നിന്ന് തൃശ്ശൂർ ജില്ലാ കലക്ടറെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ഞങ്ങൾ മന്ത്രിമാരെ വിളിച്ചു. ഞങ്ങൾ അപ്പോൾ തന്നെ ഇവിടെയുള്ള ഫിഷറീസ് മന്ത്രിയെയും MLA-യും കലക്ടറെയും ഞങ്ങൾ അറിയിച്ചു. കാരണം പ്രൊസീജിയർ ഇവർ നടത്തേണ്ടതാണ്. കാരണം ഇവരുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ ഇതാണല്ലോ ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങൾ ഡിസിഷൻ എടുക്കൂ, വിത്തിൻ 24 അവർ അത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ കൂടി ചെയ്യാം, നിങ്ങൾ നിർത്തരുത്, വിത്തിൻ 24 അവർ ഞങ്ങൾ എത്തിച്ചേക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ വീണ്ടും ഡിസ്കഷൻ മാറ്റിയത്. അപ്പോൾ അവർ പറയുകയാണ് അല്ല, സാധനം പെട്ടെന്ന് എത്തിക്കേണ്ടതില്ല, ആദ്യം ടെക്നീഷ്യൻ വരട്ടെ, ടെക്നീഷ്യൻ വന്ന് ഫീസിബിലിറ്റി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഊഹിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ, ഞങ്ങൾ വിത്തിൻ 24 അവേഴ്സ് ആ സംവിധാനത്തെ എത്തിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തയ്യാറാണ് എന്ന് അറിയിച്ചപ്പോഴാണ് പറയുന്നത് മിഷനറി വരണ്ട, ടെക്നീഷ്യൻ വന്ന് ഫീസിബിലിറ്റി നോക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എഞ്ചിൻ കൊണ്ടുവരാൻ നമുക്ക് കഴിയാമെന്ന് പറയുമ്പോഴും ഈ ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കട്ടെ എന്ന് വീണ്ടും ഒരു പരിമിതി പറയുകയാണ്. ശരി, താങ്ക് യു വിജയ്. എനിക്കറിയാം മറ്റൊരു ചാനലിൽ അങ്ങേക്ക് ചർച്ചയ്ക്ക് ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ച്, അതായത് ഈ ടെക്നിക്കൽ പരിമിതി പറഞ്ഞതിന് ശേഷം ഇവർ ആവർത്തിച്ചു ഞങ്ങളോട് ഞങ്ങളിത് നിർത്തുന്നില്ല, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുക? അപ്പോൾ പറയുകയാണ് പുഴയിലൊന്നും ഞങ്ങൾ ചെയ്യില്ല, കരയിൽ. ഞങ്ങൾ ചോദിച്ചു കരയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാനാണ്? സ്പോട്ട് പുഴയിലാണ്. ആ പുഴയിൽ ചെയ്യാതെ കരയിൽ നിന്ന് ചെയ്യുന്നു, ഞങ്ങൾ തുടരും എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ നിലയിലാണ്
ഇപ്പോൾ ഞങ്ങൾക്ക് ഇവർ മറുപടി തരുന്നത്. ഞങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല, നിങ്ങൾ പുഴയിൽ കൂടി ചെയ്യണം, നേരത്തെ പറഞ്ഞ സാങ്കേതിക വിദ്യയിൽ എത്തിക്കണം, ഞങ്ങളുടെ ഭാഗത്തുള്ള മാക്സിമം വേഗത്തിൽ എത്തിക്കാൻ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഇത് താൽക്കാലികമായി നിർത്തത്തക്ക നിലയിൽ പുഴ തെളിയട്ടെ എന്നൊരു സമീപനം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. അത് സെപ്റ്റംബറിൽ തെളിയുമെന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞതാണ്. ആ നിലയിലേക്കാണോ ഇവർ പോകുന്നത് ഞങ്ങൾ ആശങ്കപ്പെട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് തുടരണം. കറക്റ്റ്. ഓക്കെ, താങ്ക് യു വിജിൽ.